ദിവസം നമ്മുടെ ഗോൾഡിൽ 4 അവറിൻ്റെ ഐ ഡിയും എടുത്ത് 4 അവറിൻ്റെ ഒരു OB വന്നു. നമ്മളിവിടെ നിന്ന് എൻട്രി നോക്കിയതാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ കാണുന്നൊരു സെറ്റപ്പാണ്. നമ്മുടെ ഒരു 4 അവറിൻ്റെ OBയിൽ പ്രൈസ് വന്ന് നമുക്കൊരു കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ പോലും പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങി വരിക. അങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു 50 മിനിറ്റിൻ്റെ മെയിനായിട്ട് 50 മിനിറ്റിൻ്റെ ആണ് കേട്ടോ. 50 മിനിറ്റിൻ്റെ അവിടെ ഒരു OB ഉണ്ടാകുകയും ആ OBയിൽ വരെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ 4 അവറിൻ്റെ നമുക്ക് നോക്കാം. 4 അവറിൻ്റെ നമുക്ക് നോക്കുമ്പോൾ 50 മിനിറ്റിലൊക്കെ നമുക്ക് എൻട്രി ഉള്ളത് അല്ലേ. 50 മിനിറ്റിൽ നമുക്ക് എൻട്രി. ആ 4 അവറിൻ്റെ OBയിൽ 1 അവറിൻ്റെ ഒരു OB ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കിയ ഒരു IFC ക്യാൻഡിൽ കണ്ടു, നമ്മൾ എൻട്രി എടുത്തു. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്തു, പ്രൈസ് മൂവ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് അടിച്ചു അല്ലേ. നെക്സ്റ്റ് നമ്മൾ നേരെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ 1 അവറിൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ 1 അവറിൻ്റെ OBയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. വീണ്ടും എഗെയിൻ 1 അവറിൻ്റെ സെറ്റപ്പിൽ നമ്മൾ 1 അവറിൽ നമ്മൾ ഫ്ലിപ്പ് വിത്ത് ഐഡിയയും കിട്ടി. പക്ഷേ അതും എന്ത് ചെയ്തു, പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന OBകളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്തിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 അവറിൻ്റെ സെറ്റപ്പിലും 4 അവറിൻ്റെ സെറ്റപ്പിലും ഓൾറെഡി ബുള്ളിഷായി. 1 അവറിൻ്റെ സെറ്റപ്പിൽ ബിയറിഷ് ആയിരുന്നു. 4 അവറിൻ്റെ സെറ്റപ്പിൽ പ്രൈസ് ബുള്ളിഷായിരുന്നു. ഹൈ ടൈം ഫ്രെയിമിൽ അപ്പോൾ ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളിവിടെ നിന്നാലും 1 അവറിൽ നമുക്കൊരു ബൈ എടുക്കാം എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ നിന്ന് നോക്കിയത്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ 50 മിനിറ്റിൻ്റെ ഇവിടെ ഈ ഒരു 50 മിനിറ്റിൻ്റെ ബ്രേക്ക് ഫ്രക്ചറിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു എക്സ്ട്രീമിൽ ഒരു OB കിടക്കുന്നുണ്ട്. അത് ഈ 4 അവറിൻ്റെ 1 അവർ ഉണ്ട്, 1 അവറിൻ്റെ 50 മിനിറ്റ് ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 50 മിനിറ്റിൻ്റെ വളരെ സിമ്പിൾ കൺഫർമേഷൻ തന്നിട്ടാണ് അവിടെ നിന്ന് കയറിപ്പോയത് പ്രൈസ്. നോക്കിയേ, 50 മിനിറ്റിൻ്റെ നമുക്കൊരു സിംഗിൾ ക്യാൻഡിൽ തന്നിട്ട് അവിടെ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. വേറെ നല്ലൊരു ഹൈ പ്രയോറിറ്റി കൺഫർമേഷൻ ഒന്നും നമുക്ക് തന്നില്ല. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ടാണ് ആ ഒരു 50 മിനിറ്റിൻ്റെ OB പ്രൈസ് മൂവ് ചെയ്ത്. അത് കണ്ടോ, നല്ല രീതിയിൽ നല്ല ഇന്നെഫിഷ്യൻസിയിലൊന്നും അല്ല, നല്ല ഫാസ്റ്റാണ്. നല്ലൊരു പുൾ ബാക്ക് പോലും പ്രൈസ് എടുത്തിട്ടില്ല. എന്നാൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത ടൈം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലണ്ടൻ കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തത്. ഏഷ്യനും അതിനുശേഷം പ്രൈസ് നോക്കിയേ, ഏഷ്യനും ലണ്ടനും ന്യൂയോർക്കും ബുള്ളിഷായി. ഈ OBയിലേക്ക് പ്രൈസ് വന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, 3 സെക്ഷനും ബിയറിഷായിട്ട് ഒരു OBയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുമ്പോൾ അത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 3 സെക്ഷനും ബുള്ളിഷാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അവറിൻ്റെ ഏകദേശം 80% വരെ ഈ ഒരു മൂവ്മെൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിന്നാണ് ആ എൻട്രി എന്നുണ്ടെങ്കിൽ 4 അവറിൻ്റെ പ്രീവിയസ് ഹൈ ആണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളിവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു, അത് SL അടിച്ചിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഹൈ വരെ അറിയാം. ആ ഹൈയും കഴിഞ്ഞ് നെക്സ്റ്റ് ഹൈയുടെ അടുത്ത് വരെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൈസ് മൂവ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 1 അവറിൽ പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പക്ഷേ 50 മിനിറ്റിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റിൽ പ്രൈസ് ബ്രേക്ക് ഫ്രക്ചർ തന്നിട്ട് 50 മിനിറ്റിൻ്റെ മേജർ ഹൈ ഇതായിരുന്നു. പക്ഷേ ആ മേജർ ഹൈ ബിഗ് ബ്രേക്ക് വീണ്ടും അഗെയിൻ ബിഗ് ബ്രേക്കാണ് നടത്തിയത്. അപ്പോൾ 50 മിനിറ്റിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ബിയറിഷിലേക്ക് ആയില്ല. നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ പ്രൈസ് ബുള്ളിഷിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ 50 മിനിറ്റ് എൻട്രി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 50 മിനിറ്റിന് എക്സ്ട്രീം OB ഈ ലാസ്റ്റ് എന്ന ബ്രേക്ക് ഫ്രക്ചറിൻ്റെ എക്സ്ട്രീം OB കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എക്സ്ട്രീം OB കിടക്കുന്നത് അല്ലേ. ഇതൊക്കെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടുമാണ് കിടക്കുന്നത്. ഇതൊക്കെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബിഗ് ബ്രേക്കാണ് നടത്തിയേക്കുന്നത്. ഈ OB ഇപ്പോഴും വാലിഡാണ്, ഒരിക്കലും അത് ഫെയിലായിട്ടില്ല, ബിഗ് ബ്രേക്ക് നടത്തിയ. അതല്ലാതെ അതിന് മേളിലുള്ള OB കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേപോലെ ഉണ്ട്, അതിന് മേളിലുള്ള ഒരു 50 മിനിറ്റിൻ്റെ OBയിലും പ്രൈസ് വന്ന് ട്രിഗറായി. ആദ്യം ഇതിൻ്റെ OBയിൽ പ്രൈസ് വന്ന് ഇപ്പോൾ 50 മിനിറ്റിൽ നമുക്ക് വേറെ എൻട്രികളൊന്നുമില്ല. നമുക്ക് നേരെ 5 മിനിറ്റിലേക്ക് വരാം. 5 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 മിനിറ്റിൻ്റെ OBയിലൊക്കെ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത ടൈമിൽ നമുക്കിവിടെ 5 മിനിറ്റിൽ വരുമ്പോൾ നമുക്ക് ബോഡി ബ്രേക്ക് ഇവിടെ നമുക്കൊരു ആദ്യം ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നു, അത് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് ഇറങ്ങി. പക്ഷേ വീണ്ടും പ്രൈസ് അഗെയിൻ ഈ ഒരു OBയിൽ വന്നു. ഇവിടെ വന്നിട്ട് ഈ 5 മിനിറ്റിൽ വന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ നമ്മുടെ ന്യൂയോർക്ക് ക്ലോസ് ചെയ്തു. അതായത് പ്രൈസ് നേരത്തെ എങ്ങനെയാണോ കയറി വന്നത്, ന്യൂയോർക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 50 മിനിറ്റിൻ്റെ OBയിൽ നിന്ന് ഒരു സിംഗിൾ ക്യാൻഡിൽ തന്ന പ്രൈസ് മൂവ് ചെയ്തതുപോലെ തന്നെ സെയിം സെറ്റപ്പിൽ തന്നെയാണ് പ്രൈസ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ ഒരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഈ മൂവ്മെൻറ്റ് ഇറങ്ങി ഇപ്പോൾ 1 അവറിൻ്റെ ഐഡിയം വരെ പ്രൈസ് പോയി എടുത്തിട്ടുണ്ട്. 1 അവറിൻ്റെ ഐഡിയം എടുത്ത് പ്രൈസ് ഇപ്പോൾ നമ്മുടെ ലണ്ടൻ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ ഒരു ബുള്ളിഷ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെ ട്രേഡ് എടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ട്രേഡ് എടുത്ത ആളുകളുണ്ട്, എനിക്ക് അയച്ചായിരുന്നു. ഓക്കെ, പക്ഷേ
ചിലപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് കയറി പോകാം, ചിലപ്പോൾ പ്രൈസ് ഇനിയും ഇറങ്ങി വരാം. നമ്മുടെ ഈ OBയിൽ വന്ന് എടുക്കാൻ പറ്റുമോ വെച്ചാൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ റിസ്ക് ഉണ്ട്. പരമാവധി വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പ്രൈസ് ഇനി ഇതേപോലെ വരുമ്പോൾ നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു OBയിൽ 50 മിനിറ്റിൻ്റെ OB ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഹൈ ടൈം ഫ്രെയിമിൻ്റെ OBയുടെ ഉള്ളിൽ തന്നെ 50 മിനിറ്റ് OB ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കി എടുക്കാവുന്നതാണ്. നല്ലൊരു സെറ്റപ്പാണെന്ന് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ തന്നെ വാറിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചെടുക്കുക. ചിലപ്പോൾ പ്രൈസ് കയറി പോകുന്നത് നല്ല രീതിയിൽ ഡംപ് ചെയ്തിട്ട് തിരിച്ച് നല്ല ബുള്ളിഷിലേക്ക് കയറിപ്പോവുക, പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ 4 ഹവറിൻ്റെ അതിൽ നിന്ന് തന്നെ പോകാം, അല്ലെങ്കിൽ ഈ 4 ഹവറിൻ്റെ OB ഒന്ന് ഫെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കയറിപ്പോവാം. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രൈസ് എവിടെ നിന്ന്. ഇപ്പം ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബുള്ളിഷ് മൂവ്മെൻറ്റ് കാണുള്ളൂ. ഇപ്പോൾ ഈ കണ്ട ലണ്ടൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് കയറി പോവുക ഇല്ലയെന്ന്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫിസിക്കൽ ഗോൾഡിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രേഡ് ചെയ്യാനല്ലാതെ ലിവറേജ് ഇല്ലാത്ത ട്രേഡ് ചെയ്യാതെ അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയ ആൾക്കാരാണ് ഒരു ബെസ്റ്റ് പൊസിഷൻ തന്നെയാണ് ഇതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രൈസ് ഇനി നമ്മുടെ വാറിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് പ്രൈസ് വീണ്ടും അഗെയിൻ ബുള്ളിഷിലേക്ക് പോകാം. ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ 4 ഹവറിൻ്റെ OBയിലാണ് പ്രൈസ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ 5 മിനിറ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടാവും. നമ്മളൊരു റിസ്കി പൊസിഷനിൽ തന്നെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ആ മന്തിൻ്റെ പ്രൈസ് ഓൾറെഡി നല്ല ബുള്ളിഷാണ്. അതുകൊണ്ട് തന്നെ ബുള്ളിഷ് POകളൊക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഈ മന്തിൻ്റെ OBയിൽ നിന്നാണ് പ്രൈസ് പോകുന്നത്. അപ്പോൾ ഈ മന്ത് ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വീക്കിലേക്ക് തന്നെയാണെങ്കിലും പ്രൈസ് നോക്കിയാൽ ബിയറിഷിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ OBകളിലൊക്കെ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ IDM എടുത്തിട്ടുണ്ട്, ഡിസിഷൻ OBയിൽ വന്നിട്ടില്ല. 4 ഹവറിലേക്ക് വരുമ്പോഴാണ് ഒരു വിക്ക് OBയിൽ 4 ഹവറിലേക്ക് വരുമ്പോഴാണ് പ്രൈസ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ OBയിൽ നമ്മുടെ വിക്ക് OB ഇതാണ്. എൻ്റെ ഡ്രോയിങ് ഇടക്കിടക്ക് റിമൂവായി പോകുന്നുണ്ട് ഇനി. അപ്പോൾ നമ്മുടെ OB ഇതാണ്. ഈ OBയിൽ ഇതാണ് നമ്മുടെ OBയിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിൽ കിട്ടുന്നതല്ല ഞാൻ പറഞ്ഞാൽ, 50 മിനിറ്റിൽ എന്തെങ്കിലും നല്ലൊരു സെറ്റപ്പ് കിട്ടുന്നതാണ്. 50 മിനിറ്റിലാണെങ്കിൽ ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലെ ഹൈ ആണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ നമുക്കിതൊരു OB ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എടുക്കുന്നതാണ് ബെറ്റർ. അല്ലാതെ 5 മിനിറ്റിലൊക്കെ നമ്മൾ നല്ല ബുള്ളിഷിൽ പോകുമ്പോൾ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ ചോക്ക് വിത്ത് ഐഡിയ എന്നുള്ള രീതിയിലൊക്കെ നോക്കണമെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് ഇപ്പോൾ കയറിപ്പോയില്ലേ, അപ്പോൾ ഇനിയും പ്രൈസ് ഇറങ്ങി തിരിച്ചു വരാം. ചിലപ്പോൾ ഈ ലോ വീണ്ടും ബ്രേക്ക് ചെയ്യുക. അപ്പോൾ അത്ര നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മുടെ GBP USDയിൽ ട്രേഡ് ചെയ്താൽ മതി.